ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നെ പുകഴ്ത്താനാണ്. എന്നെ പുകഴ്ത്താൻ ഞാനല്ലേ ഉള്ളൂ, നിങ്ങൾക്കൊന്നും എന്നെ പുകഴ്ത്താൻ വയ്യല്ല. എന്നാലും അങ്ങനെ പറഞ്ഞുകൂടാ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്നെ പുകഴ്ത്തി അങ്ങ് തള്ളി ആകാശത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തോ അതെല്ലാം പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ പ്ലക്കമ്മ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം. പാവം പ്ലക്കി വീഡിയോയ്ക്ക് വ്യൂ ഇല്ലാത്തത് കൊണ്ട് കരഞ്ഞു മോങ്ങി സെഫീന ബിബി എന്ന് പറഞ്ഞിടുന്നുണ്ട്. കുറേ നാൾ പിന്നെ രേഷു തങ്കൂനെ ഒന്നും തൂക്കിക്കൊണ്ട് നടന്നു നോക്കി, ഒരു പട്ടിച്ചാത്തനം തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാൽ പിന്നെ ഇനി ഷെബീന ബീവിയെ ഊക്കി 2 വ്യൂ കിട്ടാന്നാണ്. എങ്ങനെ മുക്കി പിടിച്ചാലും ഒരു കേ കയറണമെങ്കിൽ 2 ദിവസം പിടിക്കണം. എന്ത് കഷ്ടപ്പാടാണ് എന്താണ് ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. നല്ല കനത്ത മഴ പെയ്യുകയാണ് ഇവിടെ, ആ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ കൂക്കി പെണ്ണുമ്പള ഇരുന്നുണ്ട് എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവരുടെ മകളെ ഞാൻ പറഞ്ഞെന്ന്. ആണോ? മകളെ പറയുമല്ലോടി. ഞാൻ പറഞ്ഞില്ലേ കിച്ചു എൻ്റെ മോനാണെന്ന്. നീ എന്തിനാ എൻ്റെ കിച്ചുവിനെ പറഞ്ഞേ? കിച്ചുവിനെ പറഞ്ഞാൽ ഞാൻ പറയും. കിച്ചു എൻ്റെ മകനാണെങ്കിൽ എൻ്റെ മകനെ നീ പറഞ്ഞാൽ നിൻ്റെ മകളെ ഞാൻ പറയും. അതെല്ലാം പോട്ട് നീ എൻ്റെ ഉമ്മച്ചീനെ എന്തിനാ പറഞ്ഞേ? നിനക്കറിയാമോ, സർവേയർ എന്ന് പറയുന്ന പദവി ഇപ്പോൾ ഒരു ഡ്രഗ് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലീസ് പിടിച്ചു നോക്കുക. സർവേയർ ആയിട്ടിരിക്കുന്ന വ്യക്തിയെ കൊണ്ടുവന്ന് അവർ സിഗ്നേച്ചർ ഇട്ടാൽ, അതായത് ഗസറ്റ് റാങ്ക് ഉള്ള ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ എന്ന ചുരുക്കം. സിമിലർ അങ്ങനെ ഒരു പദവിയിൽ, കളക്ടർക്ക് സിമിലർ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ. അവർ റിട്ടയർ ആയ സീനിയർ സിറ്റിസണായ അവരെ റെഡ് സ്ട്രീറ്റിൽ നിൽക്കുന്നുവെന്ന് നീ പറഞ്ഞപ്പം ഞാൻ സുഖിച്ച് കേട്ടോണ്ടിരിക്കണോ? അത് പറഞ്ഞ നിൻ്റെ ലാംഗ്വേജും നിൻ്റെ സംസ്കാരവും ഉള്ളവർക്ക് മനസ്സിലായതാണ്. ഇനിയിപ്പോൾ നീ എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഒന്നും തരണ്ട. പിന്നെ നീ പറയുന്നത് പോലെ എനിക്ക് എമ്പാടും കേസുണ്ടെന്ന് നിന്നെ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു കേസിൽ ഞാൻ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞ് എന്നോട് 1 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞ ഒരു കേസ് കൊണ്ടുവന്ന് വെക്കാമോ നിനക്ക്? എനിക്ക് ഒരുപാട് കേസ് തന്നെ. എനിക്കൊരു ആക്സിഡൻറ്റ് കേസ് ഉണ്ടായിരുന്നു, നിരുപാധികം വിട്ടു. എന്തുകൊണ്ടെന്നറിയാമോ? ചെയ്തിട്ടില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. സാധാരണ നമ്മൾ വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫൈൻ അടയ്ക്കാൻ പറയും. എനിക്ക് ഫൈൻ പോലും ഇല്ല. എനിക്ക് അങ്ങനെ യാതൊരു ഫൈനോ ഒന്നും ഉണ്ടായിട്ടില്ല. നിരുപാധികം വിട്ടേക്കാനാണ് പറഞ്ഞത്. അവരെ വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതെന്താടി മോളെ അങ്ങനെ ചെയ്യുന്നേ? അതേപോലെ തന്നെ ഇപ്പോൾ കിടക്കുന്നത് ജാമിതയുമായിട്ടുള്ള കേസാണ്. ജാമിത എന്തൊക്കെ പറഞ്ഞ്, ഞാനും എൻ്റെ 30 വയസ്സുള്ള കുഞ്ഞും കൂടെ ലിപ്പിലോക്ക് ചെയ്യുന്ന അവൾ കണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവൾ കൊണ്ടുപോയി കേസ് കൊടുത്ത് ആ കേസ് നിലനിൽക്കുമെന്നാണ് വിചാരിക്കുന്നത്. ആഹാ, സൂപ്പറാണല്ലോ. എല്ലാവർക്കും, എനിക്കെതിരെ നിൽക്കുന്ന എല്ലാവർക്കും ഇവിടെ മീഡിയ സപ്പോർട്ടുണ്ട്. മീഡിയ പേഴ്സൺസ് അവരെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ നടത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രതലം ഒരുക്കി കൊടുത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഷെഫീന സിംഗിള തനിയെ നിന്ന് തനിച്ച് പൊരുതുന്നത് കാണുന്നില്ലേ? എന്നെ നീ സോഷ്യൽ ഈവിളെന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു വ്യക്തിയാണ്. എന്നെ കണ്ട ഒത്തിരി പെൺകുട്ടികൾ നല്ല ധൈര്യത്തോടു കൂടി മുൻപോട്ട് വരുന്നുമുണ്ട്. സോ ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ്. എനിക്ക് ഒരു രീതിയിലുള്ള മാധ്യമ സപ്പോർട്ടോ ഒരു രീതിയിലുള്ള പൊളിറ്റിക്കൽ സപ്പോർട്ടോ ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് എൻ്റെ റൈറ്റ്സ് നന്നായിട്ട് അറിയാം. അതിൻ്റെ കാര്യം എന്താണെന്നറിയാം? പ്ലക്കമ്മേ, നീ സ്കൂളിൽ പോയതുപോലെയല്ല ഞാൻ സ്കൂളിൽ പോയത്. ഞാൻ പോയ സ്കൂൾ അല്ല അന്തസ്സുള്ള സ്കൂളുകളാണ്. സ്കൂളുകളെന്ന് പറയുന്നത് ഉമ്മക്ക് ട്രാൻസ്ഫർ കിട്ടുമ്പോൾ മാറി പോകുന്നതുകൊണ്ട് ഞാൻ കോട്ടണിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നാവായിക്കുളത്ത് പഠിച്ചിട്ടുണ്ട്, കായംകുളം നിർമ്മല സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം സ്കൂളുകളെന്നാണ് അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള LP സ്കൂൾ, അത് എൻ്റെ നൊക്ലാജിയ സ്കൂളാണ്. 4ാം ക്ലാസ് വരെ അവിടെയും പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പോയ സ്കൂളുകളൊക്കെ തന്നെ നല്ല കാര്യപ്രാപ്തിയുള്ള ടീച്ചേഴ്സാണ് പഠിപ്പിച്ചത്. എന്തുകൊണ്ടെന്നറിയാമോ? അതൊക്കെ പഠിച്ച് വിവരമുള്ള ടീച്ചർമാരായിരുന്നു അവിടെ ഇരുന്നത്. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ ബോധം എന്താണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കി തരാൻ വലിയൊരു ഭാഗം അവരുടെ പങ്കുണ്ടായിരുന്നു. എൻ്റെ മാത്രം കഴിവൊന്നുമല്ല. അപ്പോൾ അവർ പറഞ്ഞു തന്നെ മനസ്സിലാക്കി തന്നത് കൊണ്ട് തന്നെ ഈ ജനാധിപത്യ രാജ്യത്ത് ഏതൊരു വ്യക്തിയെയും വിമർശിക്കാനുള്ള റൈറ്റ്ഫുൾ ആക്ട് എനിക്കുണ്ട്. അത് നിനക്കറിയത്തില്ലല്ലേ? നിന്നെപ്പോലെ ഇരുന്ന് അപരാധം പറയലല്ല എൻ്റെ പരിപാടി. കൃത്യമായ തെളിവ് വെച്ചാടി പറഞ്ഞത്. നിന്റെ കേസ് ഞാൻ എടുത്തിട്ടില്ല. നിന്റെ കേസ് ഞാൻ എടുക്കുന്നതേ ഉള്ളൂ. അതിലേക്ക് ഞാൻ വരാം. ഈ പറയുന്ന രേഷ്മ വിദേശത്തേക്ക് പോയത് എന്തിനായിരുന്നു? ഏത് ഇതിനകത്തേക്കാണ് പോയത്? ഡ്രിങ്ക്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആൺമക്കളുടെ അമ്മ എന്ന് അവകാശപ്പെടുന്ന ആ സ്ത്രീ ഡ്രിങ്ക്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത നിനക്കൊന്ന് വ്യക്തമാക്കി തരാമോ? ഏതൊരു വിധവയ്ക്കും മാതൃകയാണ് ഞാനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എൻ്റെ വട ചെറുതാണ്, എൻ്റെ വട നല്ല ടേസ്റ്റാണ് എന്ന് പറയുകയും പാതിരാത്രി 12 മണിക്കും 1 മണിക്കും 3 മണിക്കും ഒക്കെ വീട്ടിൽ നിറച്ച ആളുകളെയും വെച്ച് ക്യാമറയും കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് കാണിക്കണമെന്നൊന്ന് പറഞ്ഞു തരാമോ? പിന്നെ എൻ്റെ കാര്യം നീ കൊണ്ടുപോയി പിന്നെ
ആഭ്യന്തര വകുപ്പിന്. നീ ആഭ്യന്തരത്തിന് കൊടുത്തിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യും, നേരെ വിജയിന് കൊണ്ട് കൊടുക്ക്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരാൾ. പുള്ളി എന്തെങ്കിലും ചെയ്താൽ ചെയ്യും. അല്ലെങ്കിൽ നീ മോങ്ങി അണ്ണന് കൊണ്ട് കൊടുക്ക്. നീ മോങ്ങി അണ്ണന് കൊണ്ട് കൊടുത്താലും വിജയ്ക്ക് കൊണ്ട് കൊടുത്താലും ഇവിടുത്തെ 2 പൂക്കികൾക്ക് കൊണ്ട് കൊടുത്താലും ഇവിടെ ഒരു പിണ്ണാകും ഇല്ലടി. അവരെൻ്റെ സെർവൻ്റ് ആണെന്നുള്ള ബോധം എനിക്കുണ്ട്. മനസ്സിലായ? നിന്നെ പോലെയല്ല റൺ മുളി നിൽക്കുന്ന ആളല്ല ഷെഫീന ബീവിക്ക് നല്ലപോലെ അറിയാം ഷെഫീന ബീവിയുടെ റൈറ്റ്സ് എന്താണെന്ന്. ആ പവർഫുൾ ലേഡി തന്നെയാണ് ഞാൻ. നീ ഇടയ്ക്ക് നെറ്റ് ഒന്നും ചുമ്മാ ഒന്ന് ഷെഫീന ബീവി അടിച്ചു നോക്കണം. അപ്പോൾ കാണും. എന്തെന്നറിയാമോ? പോലീസ് അട്രോസിറ്റിക്കെതിരെ കേസ് കൊടുത്ത മോളാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം ഏത് വഴി കൂടെ ഞാൻ പോകണം എന്നുള്ളത്. നിങ്ങൾ ശത്രുക്കൾ ഒന്നടങ്ങുന്ന അപ്പുറത്ത് നിന്ന ഷെഫീന ഇപ്പുറത്ത് നെഞ്ചു വിരിച്ച് ഒരൊറ്റ നിപ്പം അങ്ങ് നിൽക്കും. ഇതിൽ കൂടുതൽ എന്നെ പുകഴ്ത്താൻ എനിക്ക് പറ്റത്തില്ല. എന്നാലും ഞാൻ വീണ്ടും പുകഴ്ത്തുകയാണ്. എനിക്ക് നീ പറയണത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. നിൻ്റെ പിന്നെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാനും മാത്രം അത്രയും ദാരിദ്ര്യം ഈ കേരള ജനതയ്ക്ക് ഉണ്ടായേനും വാ. ബാക്കിയുള്ളവരൊക്കെ എടുത്തു വെച്ച് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നിനക്ക് ശയിക്കണില്ലേനും. പെണ്ണ് കേസ്, സ്വർണ്ണക്കടത്ത്, നുണ പറച്ചിൽ, മാതൃക അമ്മ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മാതൃത്വത്തിനെ അപമാനിക്കൽ തുടങ്ങി പോലീസിനെ കൊണ്ടുവരെ സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ് സംഘടിപ്പിക്കുന്ന വൃത്തികെട്ട സാമൂഹിക വിരുദ്ധയായ ഒരുത്തിക്ക് സപ്പോർട്ട് പറയണ നിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് നിനക്ക് ഉണ്ടംപുരിയാണടി അവാർഡ് തരാൻ പോണത്. പിന്നെ കൊച്ചിനെ പറഞ്ഞത് എൻ്റെ മകനാണ് കിച്ചു എന്ന് ഞാൻ 100 വട്ടം പറഞ്ഞു, ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു. എൻ്റെ മകനെ നീ എന്തിനു പറഞ്ഞത്? എൻ്റെ മകനെ പറഞ്ഞാൽ നിൻ്റെ മകളെ പറയും. അതങ്ങനെ തന്നെയാണ്, അതിൽ തർക്കമൊന്നും വേണ്ട. അതേപോലെ സീനിയർ സിറ്റിസണായ എൻ്റെ ഉമ്മ, സർവേയറായി റിട്ടയറായ എൻ്റെ ഉമ്മയുടെ അധികാര പരിധി ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അവരൊരു പേപ്പർ എഴുതി തന്നത്. ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ് ഉമ്മച്ചി ഇപ്പം നാട്ടിലില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ ഒരു പേപ്പർ എഴുതി തന്നാൽ നീ പറഞ്ഞ ആ റെഡ് സ്ട്രീറ്റ് പരമ്പരയ്ക്ക് സീനിയർ സിറ്റിസനെ അപമാനിച്ചതിന് നീ നിൻ്റെ ചാനലിരുന്ന് ഇനി ഉണ്ടാകൂല. നിൻ്റെ ചാനലിനുള്ള പരിപാടി എനിക്ക് തരാൻ പറ്റും. എൻ്റെ ഉമ്മച്ചിയെ കൊണ്ട് മാത്രം മതി. എൻ്റെ ഉമ്മച്ചിയുടെ ഒരു ഒപ്പ് മാത്രം മതി അതിനകത്ത്. അവരെ എത്രത്തോളം അവഹേളിക്കാമോ, എത്രത്തോളം മോശം പറയുന്നവരെയൊക്കെ ഞാൻ വെൽക്കം ചെയ്യണം. പറഞ്ഞോളൂ ധാരാളം പറഞ്ഞോളൂ. പക്ഷെ ഞങ്ങളിതൊന്നും ഉപയോഗിക്കുന്നില്ല. നീ എന്തെന്ന് പറഞ്ഞാൽ നീ ചൈൽഡ് ലൈനിൽ കൊണ്ടുപോയി. ചൈൽഡ് ലൈനിലാണ് രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ അവിടെ ഇരിക്കുന്നോളാം. നീ അവിടെ കൊണ്ട് കൊടുത്താണ്. നിൻ്റെ മോളാ പറഞ്ഞത് നീ കൊണ്ട് കൊടുറി. എന്താ നിൻ്റെ നാക്കിൽ തോന്നിയാസം വരും, ഞങ്ങളുടെ നാക്കിൽ തോന്നിയാസം വരത്തില്ലേ? ഒരു മനുഷ്യൻ്റെ അംഗപരിമിതിയെ വളരെ മ്ലേച്ഛമായി അവഹേളിച്ചോളല്ലേ നീ. ഞാനത് പറഞ്ഞില്ലേ, നീ അത് തൊട്ടാ തന്നെ ഞാൻ പൊള്ളിക്കുമെന്ന്. അപ്പം ഞാനത് ചെയ്തേ നീ അടക്കൂ. അപ്പോൾ പിന്നെ ചെയ്തേക്കാം കേട്ടോ. വരും ദിവസങ്ങളിൽ നിനക്ക് ഞാനൊരു ഇൻഡാസ് അങ്ങോട്ട് തരാം. നീ ചൈൽഡ് ലൈനെ കൊണ്ട് എനിക്കൊരു ഇൻഡാസ് കൊടുപ്പില്ല. ചുണയുണ്ടെങ്കിൽ നീ കാണട്ടെ, നിൻ്റെ മിടുക്ക് ഞാൻ കാണട്ടെ. അല്ലെ നിങ്ങളെല്ലാവരോട് കൂട്ടഹർജി കൊടുത്തിട്ട് എന്ത് തള്ളിപ്പോയാ? എടുത്തില്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ഏത് രീതിയിലുള്ള അഭിപ്രായവും പറയാം. ഒരു അവഹേളനപരമായ പരാമർശം പറഞ്ഞിട്ടില്ല. പറയുന്നുണ്ടെങ്കിൽ തന്നെ എന്നെ അവഹേളിച്ചവർക്ക് 50 പറയുമ്പോൾ അതിൽ ഒരെണ്ണവേ ഞാൻ തിരിച്ചു കൊടുക്കാറുള്ളൂ. ഞാൻ ഈ 50നും മറുപടി തന്നാൽ നീയൊന്നും താങ്ങൂല. അതിനുള്ള കപ്പാസിറ്റി ഒന്നും നിനക്കില്ല. പിന്നെ ഷെഫീന ബീവി എന്ന ടാഗ് ലൈൻ ഇടുമ്പം ആളുകൾ ഓടിക്കയറും. എന്താണ് ഇവരെ പറയുന്നത്? ഇവർക്ക് എന്ത് മറുപടിയാണ് ഷെഫീന കൊടുക്കുന്നത്? അത് കാണാനായിട്ട് കുറച്ച് പേരുണ്ട്. അവരുടെ ഉദ്ദേശ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എങ്ങനെ ഇതുപോലൊരു വൾഗർ ടീമുകളെ റെസിസ്റ്റ് ചെയ്യാം എന്നുള്ളത്. ഞാൻ മൂലം ഒരു പഠിത്തമാണ് അവർക്ക്. ആ പഠിത്തത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ മെനക്കെടുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ നിനക്കൊക്കെ മറുപടി തന്നുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഷോ മസ് ഗോൺ അങ്ങ് പറഞ്ഞിട്ട് പോകുക എന്നുള്ളതല്ല, അതിനകത്തൊന്നും ഇല്ല. നീ ആഭ്യന്തരമന്ത്രി എന്നല്ല, നിൻ്റെ അച്ഛനെ കൊണ്ടുവന്നാലും ഇവിടെ ഒന്നുമില്ലടി പ്ലക്കി. മനസ്സിലായിടി? പ്ലക്കത്തി. നീ പറഞ്ഞ പ്ലക്കിങ് വർത്താനം എന്താണെന്ന് നീ തന്നെ എടുത്തു വെച്ച് നിൻ്റെ ചാനലൊന്ന് കേട്ട് നോക്കും. പിന്നെ സാംസ്കാരിക സമ്പന്ന വൈകല്യത്തിനെ പറഞ്ഞത് ഓർമ്മയില്ലേ? എൻ്റെ ഉമ്മയെ റെഡ് സ്ട്രീറ്റിൽ നിൽക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? പ്ലക്കത്തി. ഓർമ്മയില്ലേടി പ്ലക്കത്തി? അതെന്താ സുഖം ഉണ്ടാ എനക്ക്? നിൻ്റെ തള്ളയെ ഞാൻ തിരിച്ചു പറഞ്ഞപ്പോൾ നിനക്ക് നൊന്തെന്ത്? അത് എൻ്റെ ഉമ്മ റോഡിരിക്കുന്ന എന്ത് ആർക്കും പറഞ്ഞിട്ട് പോകാന്ന ഡേ. സീനിയർ സിറ്റിസണായ, അത്രയും നല്ലൊരു പദവിയിലിരുന്ന് റിട്ടയറായ, ഗവൺമെൻറ് തലങ്ങളിൽ നിന്ന് ഇന്നും പെൻഷൻ വാങ്ങിക്കുന്ന, അത്രയും അധികാരം അറിയുന്ന ഈ മകളുടെ അമ്മയാണത്. ഞാൻ ഇന്ന് ഈ കാണുന്ന ലെവലിലെത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരം ആ സ്ത്രീയുടേതാണ്. എൻ്റെ ഉമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ കരങ്ങളാണ്. വനിതയിലെ ആർട്ടിക്കിൾ എടുത്ത് നോക്കുക. ആ കാലഘട്ടത്തിൽ 76 ആർട്ടിക്കിൾ എടുത്ത് നോക്കുക. അതിലൊക്കെ എൻ്റെ ഉമ്മച്ചി വൃത്തിയായിട്ട് എഴുതാറുണ്ട് ലേഖനങ്ങൾ. അവരാണ് എൻ്റെ റോൾ മോഡൽ. അവർ നാടിനോട് ചെയ്തത് എന്താണോ അത് തന്നെയാണ് ഞാനിപ്പോഴും ചെയ്യുന്നത്. അവർക്ക് ഇതുപോലെ ഒരുപാട് കേൾക്കേണ്ടി വന്നു. അവരുടെ മക്കൾക്ക് വരെ ഒരുപാട് രീതിയിൽ അലിഗേഷൻസ് കേൾക്കേണ്ടി വന്നു. പക്ഷെ ഞങ്ങൾ ഉറച്ചു നിന്നു. കാരണം ഞങ്ങൾക്കറിയാലോ ഞങ്ങൾ എവിടം വരെ പോയെന്ന്. ഇപ്പം നീ എൻ്റെ വീട്ടിൽ ഇന്ന് ചിക്കനും മട്ടനും ആണെന്ന് പറഞ്ഞാൽ സാമ്പാർ വെച്ചിട്ടിരിക്കുന്ന എനിക്കറിയാലോ എൻ്റെ വീട്ടിൽ സാമ്പാറാണെന്ന്. അതിന് നീ ചിക്കനും മട്ടനെന്ന് വെളിയിൽ നിന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കെന്ത് കൂടാ? ഒന്നുമില്ലടി, ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ പ്ലക്കത്തി ആയുസ്
അതും ആരോഗ്യവും വേണം. അത് രണ്ടും വേണം. അതുള്ളവരെ എൻ്റെ കൂടെ ഫൈറ്റിന് വരാവുള്ളൂ. അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് വെല്ലുവിളിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് കുറേ നാളുകൊണ്ട് വെല്ലുവിളിക്കുകയല്ലേ, കുറേ നാളുകൊണ്ട് കേസുകൾ കൊണ്ട് കൊടുക്കുകയല്ലേ. എന്നിട്ട് എന്താണ്? ഞാൻ കൊടുത്ത കേസൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് അതിൻ്റെ ഫോളോ അപ്പ് നടത്തി കൃത്യമായി അത് ചെയ്തിട്ടുമുണ്ട്. ഈ ചിന്നക്കട വെടി വെച്ച് നിങ്ങൾ ഡ്രാമ കാണിച്ചു. ചിന്നക്കട വെടി കയറി ഇറങ്ങി ഊപ്പാടഞ്ചും വന്ന ചിന്നക്കട വെടിക്ക് അത്രയും സപ്പോർട്ടീവായി ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്ന് തന്നെ ആൾക്കാർ വിളിച്ച് പറഞ്ഞ് അവളെ എനിക്കെതിരെ നിലനിർത്തി എന്നെ അങ്ങ് ഒതുക്കാൻ നോക്കിയപ്പം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? കല്ലമ്പലം പോലീസുകാർക്ക് ഏകദേശം കാര്യം പിടികിട്ടിയിട്ടുണ്ട്. ഞാൻ പോകേണ്ടടുത്ത് പോകും. ഞാൻ ഈ വയ്യാത്ത കാലം കൊണ്ട് പോകേണ്ടടുത്തൊക്കെ പോകും. ആൻഡ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഈ കാല് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. പനി അതും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ. അല്ലെങ്കിൽ മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ഞാൻ എന്തിനും ആക്റ്റീവായിരുന്നു. ഒരു രീതിയിലും എൻ്റെ ഒരു വൈകല്യത്തിനെ ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതൊരു വൈകല്യം പോലും അല്ലാതെ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് പറയുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ അത് വെച്ച് കളിയാക്കുന്ന നീ അല്ലേടി സാമൂഹിക ദുരന്തം. നീ നിൻ്റെ മകൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പ്ലക്കിംഗ് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന നീ നിൻ്റെ മകൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്തെന്ന് ചോദിച്ചപ്പോൾ നീ ചൈൽഡ് ലൈനിൽ പോകണ എന്തിനീ? അതാണ് നല്ലത്. നിൻ്റെ മോൾ അവരെ ഏറ്റെടുക്കുന്നതാണ് നല്ലത്. നീ കൊണ്ടുകൊടു, ബാക്കി ഞാൻ നോക്കിക്കൊണ്ട്. അതേപോലെ ആഭ്യന്തരമന്ത്രി അവർകൾ അറിയാൻ വേണ്ടിയിട്ടാണ് വരുന്ന ഈ ബിലീസിൻ്റെ പെണ്ടാട്ടിയുടെ സാധനം എടുത്തു വെച്ചിട്ട് ഷെബീനായി ഒന്ന് വിളിപ്പീരി. ഷെബീനക്ക് ചിലരെ ഒന്ന് കാണാനുണ്ട്. അല്ല, ഞാൻ നേരിട്ട് ആഭ്യന്തരമന്ത്രി ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ഇനി അധിക ദിവസങ്ങളിൽ അദ്ദേഹത്തിനെ ഞാൻ ശരിക്കൊന്ന് മീറ്റ് ചെയ്യാൻ. ആ മീറ്റിങ്ങിൽ ഉണ്ടാകും എല്ലാത്തിനുമുള്ള ഇൻഡാസുകൾ. മനസ്സിലായിടി? ഇവിടെ ഇതിനെക്കാട്ടിയും വലിയ കൂക്കി മോളായിരുന്നു MDMA കൂക്കി. MDMA കൂക്കിയുടെ വീട്ടിൽ നല്ല രീതിയിൽ കയറി പോലീസ് തിരഞ്ഞു പിടിച്ച് ഒരു കള്ളൂപ്പിയും കൊണ്ടാണ് ഇറങ്ങി വന്നത്. വെറുതെ പറഞ്ഞതല്ലല്ലോ. MDMA കിട്ടിയില്ലെങ്കിലും കള്ളുകുപ്പി കിട്ടിയ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് കള്ളുകുപ്പി കിട്ടിയെങ്കിൽ ഒന്നുകിൽ അവർ കുടിച്ചതായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ മകൻ കുടിച്ചതായിരിക്കണം. മകന് 18 വയസ്സേ ഉള്ളൂ. 18 വയസ്സുള്ള ചെറുക്കനും അവളും മാത്രം താമസിക്കുന്ന വീട്ടിൽ നിന്ന് കള്ളുകുപ്പി കിട്ടിയെങ്കിൽ MDMA കൂക്കിയെ പറ്റി ഞാൻ പറഞ്ഞത് എത്രയോ കൃത്യമെന്നല്ലേ അർത്ഥം? പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു രീതിയിലെങ്കിലും നിങ്ങൾക്ക് പിഴവോ തെറ്റോ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇവള് പോയത് എന്തിനായിരുന്നു? ബെഹറിൽ പോയത് എന്തിനായിരുന്നു? എന്താണ് അവൾ ഉത്കടിച്ചത് അവിടെ പോയി? എന്താണ് അവൾ പോവുകയും വരികയും ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ സംശയത്തിന് വേണ്ടി ഗവൺമെൻറ് അധികാരികൾ അവളെ പിടിച്ചവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഷെബീനയുടെ പവർ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എടി, അത് ആഭ്യന്തരമന്ത്രിയുടെ റേഞ്ചിലല്ല, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പവറാണ്. മനസ്സിലാവുന്നില്ലല്ലേ? പിന്നെ സെൻട്രലിലോട്ട് മോളെ ഞാൻ സ്ഥിരം സെൻട്രലിലോട്ട് കത്തെഴുതുന്ന മോളെ. രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ 1-2 കത്ത് ഞാൻ ആദ്യം സെൻട്രലിൽ അയക്കുന്നത്. കുറച്ച് ഓവറായിപ്പോയി. ഓവറായാലും ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. പോട്ടെ, ഈ ഭാഗം മാറ്റി കളഞ്ഞു നമ്മൾ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ എന്നെ പുകഴ്ത്തി മടുത്തടേ. കുട്ടികൾക്ക് എന്താണ് ഇവർക്ക് വേറെ ആരെയും കിട്ടണില്ലേ എന്ത്? ചുമ്മാ എൻ്റെ അലേ കയറ്റമാണ്. എടി, നീയൊക്കെ എങ്ങനെ വഴിതിരിച്ച് വിട്ടാലും ഷെഫീന ഒരു സ്റ്റാൻഡിൽ ഇറങ്ങിയില്ല, ആ സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കും. മനസ്സിലായില്ലേ? അത് നിന്നെയൊക്കെ പോലെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന നിൽപ്പല്ല. അത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ലെഗ് സ്റ്റാൻഡാണ്. എൻ്റെ കാലുകളിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്. അത് നീ മനസ്സിലാക്കിക്കോ. പിന്നെ ബസ് സ്റ്റാൻഡ് ഒന്നും ഞാൻ ഇപ്പോൾ മറുപടി കൊടുക്കാറില്ല. എന്നാലും നിനക്കൊരു മറുപടി തരണമെന്ന് തോന്നി. കാരണം കഴിഞ്ഞ തവണ തന്നപ്പോഴത്തേക്ക് ഞാൻ വെറും പ്ലക്കെന്നേ പറഞ്ഞോളൂ. സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നെയും എൻ്റെ കുടുംബത്തെയും ആക്രമിച്ചാൽ ഞാൻ കുടുംബനാഥയാണ്. എന്നെ വയ്യായികയുണ്ടെന്ന് പറഞ്ഞ് അടിച്ചിരുത്തുമ്പോഴത്തും കയ്യും കാലും ആവതുള്ള മൊട്ടച്ചി നീ ഇപ്പോഴും നാട്ടുകാരെ ഊക്കിയാണ് ജീവിക്കുന്നത്. ഷെബീന അങ്ങനെയല്ലടി. അന്തസ്സായിട്ട് ജോലി എടുത്ത് എൻ്റെ മക്കളെ തലയുയർത്തി നടക്കാൻ തക്കവണ്ണം പ്രാപ്തരാക്കിയിട്ട് കുത്തിയിരിക്കുന്നവളാണ്. മനസ്സിലായോടി? പിന്നെ നിൻ്റെ കൂട്ടുകാരി നാട്ടുകാരുടെ ഇതിൽ പിച്ച തെണ്ടി വീട് വെച്ചത് കിടക്കില്ല. ഞാൻ നല്ലൊരു വീട് വെച്ചിട്ടൊരു മാണിയർ കെട്ടിടം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലവ് 3.5 ലക്ഷം രൂപയാണ്. ടോട്ടൽ ചിലവ് 5 lakhs. അതിൻ്റെ റെനോവേഷന് ബാക്കിയുള്ളതാണ്. ടോട്ടൽ ഞാൻ അതിനകത്ത് സ്പെൻഡ് ചെയ്ത മണി എന്ന് പറയുന്നത് 5,500,000 rupees. അതിൽ 1 രൂപ പോലും എൻ്റെ ഉമ്മയുടെയോ സഹോദരങ്ങളുടെയോ ഇല്ല. ഓഫ്കോഴ്സ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പണം അതിനകത്തുണ്ട്. ബിക്കോസ് ഹീസ് മൈ ഹസ്ബൻഡ്, എക്സ് ഒന്നുമില്ല, എൻ്റെ ഒരു റിയൽ ഹസ്ബൻഡ്. അപ്പോൾ എൻ്റെ ജീവിതം ഇറ്റ്സ് ആൻ ഓപ്പൺ ബുക്ക്. ഇതിനകത്ത് നീയൊക്കെ ഒരു ഉണ്ടയും കണ്ടുപിടിക്കാനില്ല. എനിക്കെതിരെ കേസുണ്ടെങ്കിൽ ആ കേസിൽ എന്നെ ശിക്ഷിച്ച എന്തെങ്കിലും സുന ഉണ്ടെങ്കിൽ കൊണ്ടുപോയി, അല്ലാണ്ട് ക്യാഷ് ഉണ്ട് എന്നതുകൊണ്ട് വരണ്ട. ഒത്തിരി കേസുണ്ടെന്ന് പറയുന്നത്, എത്ര കേസുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയാം, എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ അറിവിലാകെ ഈ കാമിതയ്ക്കെതിരെയുള്ള ഒരു കേസാണുള്ളത്. ബാക്കി കേസൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് കോടതി എടുത്ത് കൂപ്പയിലിട്ട്
ഈ പിന്നെ നമ്മുടെ ഒലിവിയ കേസിൽ ഇടപെട്ടതുപോലെ എടുത്ത് കൂപ്പയിലിട്ട് കളഞ്ഞു. കൂക്കിമോളെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടുകൂടി സമരമുഖങ്ങളിൽ ഇറങ്ങി നിൽക്കുന്ന വ്യക്തികൾക്ക് കേസുണ്ടാകും, സ്വാഭാവികമാണത്. ഞാൻ യുക്തിവാദികൾക്കെതിരെ നടത്തിയ സമരത്തിൽ എനിക്ക് കേസൊന്നുമില്ല. ഞാനാണ് അങ്ങോട്ട് ചോദിച്ചത്, സാറേ എന്നെ അറസ്റ്റ് ചെയ്യണില്ലെന്ന്. എവിടെ? കൊച്ചു വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ്. എന്താണോ എന്തോ, എന്നെ അറസ്റ്റ് ചെയ്യണില്ല. എൻ്റെയും പ്രശ്നം അതാണ്. എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യും, എന്നെ ഒന്ന് വൈറലാക്കിത്താം. അല്ല നിൻ്റെയൊക്കെ ഈ ചൊക്കട്ട കേസിനൊന്നും എന്നെ അറസ്റ്റ് ചെയ്യത്തില്ലടി, അതിൻ്റെ ഒന്നും കാര്യമില്ല. ഇതിക്കൂടെ മൂത്തിട്ട് വാ. ഇതൊക്കെ ചുമ്മാ ലൈറ്റ് സാധനങ്ങളും കൊണ്ടുവന്ന നടക്കണ കേസാണോടി. ഓഹ്, ഞാൻ ഇതിൻ്റെ അടുത്തൊക്കെ മറുപടി പറയണല്ലോ. എൻ്റെ ശിവപെരുമാളെ എനിക്ക് വയ്യായേ. അപ്പോൾ ശരി, ഞാൻ സ്വയം പുകഴ്ത്തി തീർത്തിരിക്കുന്നു. കുക്കി മോൾക്ക് മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം വന്നിട്ട് ഇനി പറയും ചേച്ചി ഇതിന് മറുപടി കൊടുക്കും. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, പ്ലക്കത്തിക്ക് റീച്ചാണ് മുഖ്യം. പ്ലക്കത്തി ഒരുപാട് ശ്രമിക്കുന്നു. പ്ലക്കിംഗ് ഈസ് നോട്ട് വർക്കിംഗബിൾ കണ്ടീഷൻ ഹേ. ഞാൻ എതിർത്ത ഏതെങ്കിലും ഒരു വ്യക്തി ജെന്യുവിനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവയ്ക്കുക. ഞാൻ പബ്ലിക്കിൽ സോറി പറഞ്ഞ് ഈ പരിപാടി നിർത്തി പോവാം. ഞാൻ എതിർക്കുന്ന ഓരോ വ്യക്തിയുടെയും പാസ്റ്റ് എന്തിനവരെ എതിർത്തു എന്ന് കൃത്യമായ തെളിവ് വെച്ച് പറയുന്നതാണോ ഈച്ച് ആൻഡ് എവറി വൺ. പിന്നെ എൻ്റെ കണ്ടിന്യൂഷൻ അത് ഞാൻ ചെയ്യത്തില്ല. ഒരു കണ്ടിന്യൂഷൻ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ, അത് പിണോ കൂച്ചിയാണ്. പിണോ കൂച്ചിക്കെതിരെ അത് ചെയ്തതിൻ്റെ കാരണം അതൊരു സോഷ്യൽ ഈവിളായിരുന്നു. ഇപ്പോഴത്തെ മര്യാദയൊക്കെ ആയെന്ന് തോന്നുന്നു. എന്തോ മര്യാദയെങ്കിൽ അവൾക്ക് കൊള്ളാം. അതിലും എൻ്റെ ഒരു കൺസിഡറേഷൻ അവൾക്കുണ്ടായിരുന്നു. 5 കുട്ടികളുടെ അമ്മയാണെന്നുള്ളൊരു കൺസിഡറേഷൻ അവൾക്കുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ആറാം പറ്റി കയറി ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കേസ് പോലും കൊടുക്കാൻ പോയിട്ടില്ല, താല്പര്യമില്ല. അതിൻ്റെ കാരണം അതൊന്നും അവൾ താങ്ങത്തില്ല. പക്ഷേ ഇപ്പോൾ ഒരെണ്ണത്തിൽ ഞാൻ കൊളുത്തി ഇട്ടിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഏകദേശം നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഇപ്പം എനിക്കിത് സമയമുണ്ട്, അതുകൊണ്ടാണേ. അപ്പോൾ ഈ പ്ലക്കത്തിക്ക് മറുപടി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആരും എൻ്റെ അടുത്തേക്ക് വരരുത്, ദയവ് ചെയ്ത് ശല്യം ചെയ്യരുത്. പ്ലക്കത്തിക്ക് റീച്ചാണ് ലക്ഷ്യം. പ്രക്കത്തി എന്തോ സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു കൊണ പറയുന്നതാണ്. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം, പ്രായം ചെന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം. ആ പ്രായം ചെന്ന എൻ്റെ അമ്മയെ നീ പറഞ്ഞ ഭാഷ, നീ കൊടുക്കുന്ന പേപ്പറിൻ്റെ തൊട്ടുപിറകെ ആ പേപ്പർ അവിടെ ഹാജരാകും. അതിൽ എൻ്റെ ഉമ്മച്ചി ഇപ്പോഴില്ല, വന്നാൽ ആദ്യം എൻ്റെ അമ്മച്ചിയുടെ ഒരു ഉപ്പും വാങ്ങിച്ചുകൊണ്ട് ഞാൻ തന്നെ പോകും. നിനക്ക് അതിനുള്ള പണിഷ്മെൻ്റ് എന്താണെന്ന് ഈ ലോകം കാണുന്നതാണ് ഞാൻ ചെയ്യും. മനസ്സിലായ? ചുമ്മാ ഇരുന്നുകൊണ്ട് നിൻ്റെ ബസ് സ്റ്റാൻഡ് കക്കൂസ് മാതാപിതാക്കളെ പോലെയാണ് എൻ്റെ അമ്മ എന്ന് പറയരുത്. അത്രയും റെപ്യൂട്ടഡായ സോഷ്യൽ സർവീസിലുണ്ടായിരുന്ന വർഷങ്ങളായ നാട്ടിൽ അത്രയും പൗരപ്രമുഖയായ ഒരു സ്ത്രീയെയാണ് നിങ്ങൾ വളരെ വൾഗറായി അപമാനിക്കുന്നത്. എന്നെ ഇതുവരെ ഇതുപോലുള്ളൊരു വൾഗാരിറ്റിക്ക് വിട്ടിട്ടില്ല, വടവിറ്റ് ജീവിക്കാൻ പറഞ്ഞിട്ടില്ല. കള്ളക്കടത്തോ മോഷണമോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ എൻ്റെ ഉമ്മ ആ രീതിയിൽ എന്തെങ്കിലും ഒരു രൂപ എൻ്റെ കയ്യിൽ അധികം കണ്ടാൽ എൻ്റെ ഉമ്മ ചോദ്യം ചെയ്യും. അത് ഈ വയസ്സിലും ചോദ്യം ചെയ്യും. എവിടുന്ന് ഈ പണം? വേർ യു ഗെറ്റ് ഇറ്റ് ആൻഡ് ഹൗ യു ഗോണ പേ ബാക്ക്? അത് ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യം ചെയ്യുന്ന ഒരു മാതാവ് എൻ്റെ പിറകെ, മാതാപിതാവല്ല, വാപ്പ മരണപ്പെട്ടു പോയി, മാതാവ് ഉള്ളത് കൊണ്ട് തന്നെ 100% ഞാൻ ഇന്നും ഈ ലെവലിൽ നിൽക്കുന്നത്. എൻ്റെ ഈ സത്യസന്ധതയും എൻ്റെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെയും ബിഹൈൻഡ് എൻ്റെ അമ്മ തന്നെയാണുള്ളത്, എൻ്റെ മാതാപിതാക്കൾ തന്നെയാണുള്ളത്. അതേപോലെ എൻ്റെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ദ റെസ്പോൺസിബിലിറ്റി എൻ്റെത് തന്നെയാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ തെറ്റുകൾ ഞാനാണ് ഉത്തരവാദി. 100% ഞാൻ തന്നെയാണ് ഉത്തരവാദി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഉത്തരവാദി. അങ്ങനെ ജീവിക്കുന്ന ആ പാരമ്പര്യം നിലനിർത്തുന്ന ഞങ്ങളെ നോക്കി പല്ലിളിച്ച് കാണിക്കാൻ നാണമില്ലടി കൂക്കി മോളെ. ഇനി രഹാബാത്ത് നിങ്ങളുടെ ബിഗ് ബോസ്, ബിക്കോസ് എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഷെബീന ബീബി വരാറുണ്ട്. നീ വേണമെങ്കിൽ നോക്കിക്കൊണ്ട് മറ്റുള്ള മൂൺലൈറ്റ് ചെറുക്കൻ ആ കുട്ടി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഷെബീന ബീബി ഉണ്ടെന്ന്. ശിവനറിയാം. എല്ലാ പ്രഡിഷൻ ലിസ്റ്റിലും, എല്ലാ വർഷത്തെ പ്രഡിഷൻ ലിസ്റ്റിലും ഷെഫീന ബീബി വരുന്നിടത്ത് ഷെഫീന ബീബി കളഞ്ഞ എച്ചിലാണടി നീയൊക്കെ എടുത്തു വെച്ച് ഉപയോഗിച്ചത്. ഷെഫീന ബീബി തട്ടിത്തൂരെ കളഞ്ഞ എച്ചിൽ, മനസ്സിലായോ? ദാറ്റ് ഈസ് കണ്ട് ബിക്കാസ്. അത് മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ എന്ത് സാധനവും ഇപ്പം നമുക്കിപ്പം നമ്മുടെ ചാനലിൻ്റെ ഇഷ്യൂസ്, ചാനൽ ഒരെണ്ണം അടിച്ചു കളഞ്ഞു. അന്ന് എല്ലാവരും വിചാരിച്ച് ഞാനിവിടെ ഇരുന്ന് തളർന്ന് കുത്തി. ഇല്ല, അത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് ഞാൻ പഠിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കും. ആൻഡ് ഐ വിൽ ഓവർകം ഇറ്റ്. അല്ലാണ്ട് മുന്നിലൊരു തട വന്നാൽ അത് കണ്ടുകൊണ്ട് തിരിഞ്ഞോടുന്നവളല്ല ഷെഫീന. ആ തട എങ്ങനെ മാറ്റാം, അത് മാറ്റപ്പെട്ടാൽ അതേപോലൊരു തട മുന്നിൽ വരാതിരിക്കാൻ പെർമനൻ്റലി അതിനെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് ക്ലാസ് എടുക്കുന്നുള്ളതാണ് ഞാൻ. ശിവനെ, ഇന്ന് ഞാൻ എന്നെ പുകഴ്ത്തി ഞാൻ എവിടെ കൊണ്ട് എത്തിക്കുമല്ല. മതിയല്ലേ? മതി, നിർത്തി. നീ അടുത്ത് നീ വീഡിയോ ഇടുമ്പോൾ ഞാൻ അതിന് മറുപടി തരാം.
പിന്നെ സ്വയം പ്രശംസിച്ചത് കൊണ്ട് നീ പറഞ്ഞതെല്ലാം ശരി എന്നുള്ള ഭാഗമൊന്നുമല്ല. നിന്നെപ്പോലൊരു കുക്കൂറയ്ക്ക് ഇതൊന്നും അല്ലടി മറുപടി തരേണ്ടത്. നിന്നെപ്പോലൊരു കുക്കൂറയ്ക്ക് തരേണ്ട മറുപടി ഇതാണ്. പിള്ളേർ വഴക്കുറയും. അല്ലെങ്കിൽ ഞാനിത് ലൗഡായിട്ട് പറയുമായിരുന്നു കേട്ടോ. നീ ഇനി ഇത് പൂരിപ്പിച്ചെടുത്ത പാടി കഴിച്ച് മുളച്ചിരി വരെ മാറിയിരുന്ന് നല്ലപോലെ ഒന്ന് നിലവിളിച്ച് കരഞ്ഞോ. ഇങ്ങനെ വിഷമം നെഞ്ചത്ത് കൊണ്ട് നടക്കരുത്. അത് വിങ്ങി പൊട്ടി അവസാനം എന്തെങ്കിലും ആകും. കുക്കുരു, മൂലക്കുരു, കൂട്ടക്കുരു, പൊട്ടെട്ടെ കുരുക്കളൊന്നായി പൊട്ടെട്ടി. ഷെബീന ബീബി ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അഡ്രസ്സ് മറന്നുകൊണ്ട് കേസൊക്കെ കൊടുക്കാനുള്ളവർക്ക് ഷെബീന മനസ്സിൽ ഭരകുന്ന പീവോ നവൈക്കുളം. അത് പോരാതെ വർക്കല താലൂക്കാണ്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റാണ്. അതും കൂടെ പറഞ്ഞേക്കണം കേട്ടോ. ആരുടെ ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത്, പൂക്കി മന്ത്രിയുടെ അടുത്തും പറഞ്ഞുതരാം. പൂക്കി മന്ത്രിയുടെ അടുത്ത് പറയുന്നതിന് മുമ്പേ ഒന്നും കൂടെ പറയണം. സഖാവാണ് ഞാൻ, റെക്കമെൻഡേഷൻ സഖാവല്ല, ദ റിയൽ സഖാവ്. അതും കൂടെ പറഞ്ഞേക്കണം കേട്ടോ. വേറെ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ? അത്രയൊക്കെ മതി. ഞാൻ അടുത്തൊന്നും വന്ന് നിൽക്കരുത്. ഞാൻ കയ്യങ്ങാണം എടുത്തിട്ടാ നീ ട്രെയിൻ കയറിയണക്കായി പോവും. അതും നീ ഓർത്ത് വെച്ചോ കേട്ടോ. അതുപോലെ നീ അവിടെ ഇവിടെ ഇരുന്ന് കുറേ കൂക്കന്മാരെ കൊണ്ട് വെല്ലുവിളിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനൊന്ന് ഊതിയാൽ പറന്നോണ കേസുകളാണ്. കോമൺ സെൻസ് അതൊരു പ്രശ്നമാണ്. കോമൺ സെൻസ് ഈ വെറ്റകളെ കൂടെയൊക്കെ ഞാൻ ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ആൻഡ് താങ്ക് യു സോ മച്ച്. 2 ഡേയ്സിൽ എനിക്കൊരു 1K സബ്ബ് കൂടി. ഞാൻ തന്നെ അതിശയിച്ചിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ പറന്ന് തന്നെ സബ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഏതായാലും വളരെ നന്ദിയുണ്ട്. നിങ്ങൾ എന്നെ പിന്തുണയ്ക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ പിന്തുണയും സപ്പോർട്ടുമാണ് എന്നെ നിലനിർത്തുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് പുകഴ്ത്തുകയും ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ വന്ന് സ്വയം പുകഴ്ത്തുന്നത് നിങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഞാൻ സ്വയം പുകഴ്ത്തുന്നതിനേക്കാളും നിങ്ങൾ എന്നെ പുകഴ്ത്തുന്നതാണ് ഈസി. ഞാൻ എന്നെ പുകഴ്ത്തിയാൽ ഞാൻ ഇവിടെ എങ്ങും നിൽക്കൂല. അത് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്തണം. നല്ല നമസ്കാരം. അതെല്ലാം പൊട്ട്. ഐ ലവ് യു എന്ന് കമൻറ്റ് ഇടാൻ പറ്റുന്നവർക്ക് ഒരെണ്ണം നല്ലപോലെ കമൻറ്റ് ഇട്ടില്ല. 1-2 പേരെ കമൻറ്റ് ഇട്ടുള്ളൂ. നിങ്ങളെല്ലാവരും എനിക്ക് ഐ ലവ് യു കമൻറ്റ് ഇടണം. നന്ദി, വണക്കം. ഒത്താടേ, ഒത്തയ്ക്ക് ഒത്തെന്ന് പറയണേ. താങ്ക് യു.